ഹലോ, നമസ്കാരം. ജനകീയ വിഷയങ്ങളുമായി പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയുടെ പുതിയ അധ്യായം ആരംഭിക്കുന്നു. ഞാൻ ബി ദിലീപ് കുമാർ. പ്രിയ പ്രേക്ഷകർക്ക് പൊതുജനം കഴുതയല്ല സാറിലേക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. തെരുവുനായ നിയന്ത്രണത്തെ എതിർത്ത മൃഗസ്നേഹികളോട് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചോദിച്ചത് ഭക്ഷണം കൊടുക്കണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തൂടെ എന്നാണ്. തിരുവനന്തപുരത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ മെറ്റിൽഡ തെരുവുനായ സംരക്ഷണം കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അങ്ങനെയൊരു ചോദ്യം ഉണ്ടാകില്ലായിരുന്നു. ഒന്നും രണ്ടുമല്ല, 70ഓളം തെരുവുനായ്ക്കളെയാണ് മെറ്റിൽഡ വീട്ടിലെ മുറികളിലും ടെറസിലുമൊക്കെയായി വളർത്തുന്നത്. ഇതുകാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് അയൽവാസികൾ. പരാതികൾ പലതു കൊടുത്തിട്ടും പരിഹാരമായില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മെറ്റിൽഡയ്ക്കും ഇക്കാര്യത്തിൽ ചിലത് പറയാനുണ്ട്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ ചേങ്കോട്ടുകോണം സോമയാർ മഠത്തിന് സമീപത്തെ പൊതുവഴിയിലൂടെ നടക്കണമെങ്കിൽ ധൈര്യം കുറച്ചൊന്നും പോരാ. എന്താണ് കാരണമെന്നല്ലേ? ഇതാണ് ആ കാരണം. മുന്നിൽ മതിലില്ലാത്ത വീട്ടിലെ മുറികളിലും ടെറസിലുമായി 70ഓളം തെരുവുനായ്ക്കളെയാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ കൂടിയായ മെറ്റിൽഡ വളർത്തുന്നത്. നാട്ടുകാർക്ക് ഭീഷണിയാണ് ഈ തെരുവുനായകൾ. ഏത് സമയവും ആക്രമണം പ്രതീക്ഷിക്കാം. ഇത്രയും നായ്ക്കളുടെ കുര ഒഴിഞ്ഞ നേരമില്ല. രൂക്ഷമായ ദുർഗന്ധവും സഹിക്കാൻ കഴിയില്ല. ഇവിടുത്തെ നാട്ടുകാർ ഇലക്ട്രിസിറ്റി, വാട്ടർ ബില്ലുകൾ കിട്ടാൻ റീഡിംഗ് ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അയച്ചു നൽകും. ഗ്യാസ് കുറ്റി കൊണ്ടുവരുന്നതും പേടിച്ചാണ്. ഓൺലൈൻ വിതരണക്കാരാകട്ടെ ഈ വഴിക്ക് വരാറ് പോലുമില്ല. ഒരു ബേസിക് അമ്യൂണിറ്റീസ് ഒന്നും വീട്ടിലെത്തുന്നില്ല. അപ്പൊ 2 ദിവസം മുന്നേ ഞാനും എന്റെ കുഞ്ഞും കൂടി തിരിച്ചു വന്നപ്പോ ഈ പട്ടികളെല്ലാം വഴി ബ്ലോക്ക് ചെയ്ത് 100-ൽ വിളിച്ചിട്ടാണ് സഹായം തേടിയാണ് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയത്. വരുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ ഒരു എയർ ഫ്രഷ്നർ അടിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ രാത്രി സമയങ്ങളിൽ പട്ടികൾ നമ്മുടെ റോഡിലോട്ട് ഇറങ്ങി നമുക്ക് ഒരു 8-7 മണി കഴിഞ്ഞ് ഇരുട്ടായി കഴിഞ്ഞാൽ റോഡിലോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനും കൂടിയാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. നഗരസഭയിലും ഓംബുഡ്സ്മാനിലും മനുഷ്യാവകാശ കമ്മീഷനിലും പോലീസിലുമൊക്കെ പരാതി കൊടുത്തെങ്കിലും 2 വർഷത്തിലേറെയായി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയായ മെറ്റിൽഡയുടെ നായപ്രേമമാണ് നാട്ടുകാർക്ക് വിനയാകുന്നത്. പൊതുജനങ്ങളുടെ വിഷയങ്ങളിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട പരാതിയും പരിഭവങ്ങളും പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാൻ ഇവിടെ ആർക്കും സമയമില്ല. ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ നായസ്നേഹം ഒരു നാടിന് തന്നെ ശാപമായി മാറുകയാണ്. 3 വർഷം മുമ്പാണ് മെറ്റിൽഡ ഇവിടെ സ്ഥലം വാങ്ങി വീട് വെച്ചത്. 2-3 നായ്ക്കളാണ് അന്നുണ്ടായിരുന്നതെങ്കിൽ അവ പെറ്റുപെരുകുകയും കൂടാതെ വഴിവക്കിൽ നിന്ന് കിട്ടുന്ന തെരുവ് നായ്ക്കളെ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തു. നമ്മള് കോർപ്പറേഷനിലും ഇവിടേക്കാണ് കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അറിയാൻ കഴിഞ്ഞത് അവർക്കൊരു മൊത്തത്തിൽ ഈ പട്ടികളെ മാറ്റാനൊരു ഷെൽട്ടർ കിട്ടുന്നത് വരെ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടുമ്പോൾ മാറ്റും എന്നുള്ളൊരു റിപ്ലൈ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തന്റെ നായപ്രേമം അയൽവാസികൾക്ക് ബുദ്ധിമുട്ടാകുന്നു എന്ന് മെറ്റിൽഡയ്ക്ക് കൃത്യമായി അറിയാം. മെറ്റിൽഡയ്ക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. നഗരസഭ വഴി സന്നദ്ധ സംഘടനകളെ ഏൽപ്പിച്ച് ഒരു ഷെൽട്ടർ ഹോമിലേക്ക് പാർപ്പിക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് ഞാനൊരു റിട്ടേൺ അപേക്ഷ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു 12/2/2025. പക്ഷേ നഗരസഭ ഈ നിമിഷം വരെയും യാതൊരു നടപടിയും അതിന്മേൽ എടുത്തിട്ടില്ല. തിരുവനന്തപുരം നഗരസഭയിൽ പുതുതായി അധികാരമേറ്റ ഭരണസമിതി ആദ്യ പ്രഖ്യാപനമായി നടത്തിയത് തെരുവുനായ ശല്യം ഇല്ലാതാക്കുമെന്നാണ്. മേയർ വി രാജേഷ് ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീധർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട്. ജോസ്വിൻ ജോസഫ് പറയുന്നു, മൃഗസ്നേഹികളുടെ എണ്ണം കൂടുന്നു, പക്ഷേ അവർ ആരും വീട്ടിൽ മൃഗങ്ങളെ വളർത്തുന്നില്ല. മറ്റുള്ളവർക്ക് ശല്യമായ നായകളെ എന്തേലും ചെയ്താൽ മൃഗസ്നേഹികൾ നമ്മളെ വലിച്ചു കീറും എന്ന്. മിനിബാബു പറയുന്നുണ്ട്, രാത്രിയായാൽ എങ്ങനെ ഉറങ്ങും ഇവിടെയുള്ളവർ എന്ന സംശയമാണ് ചോദിക്കുന്നത്. ഏതായാലും ജോസ്വിൻ ജോസഫ് പറയുന്നത് പോലെ ഇത് മറ്റുള്ളവരുടെ വീട്ടിലല്ല. മെറ്റിൽഡ ഈ നായ്ക്കളെ വളർത്തുന്നത് സ്വന്തം വീട്ടിൽ തന്നെയാണ്. നായ വളർത്തുന്നതും നായപ്രേമവുമൊന്നും ഒരു കുറ്റമല്ല. നമ്മുടെ വീട്ടിൽ കാവൽ കിടക്കും നായൊരു നല്ല മൃഗം എന്നാണല്ലോ കവികൾ തന്നെ എഴുതിയിട്ടുള്ളത്. പക്ഷേ
ഈ നായ മറ്റുള്ളവർക്ക് ശല്യമാകുന്നു. ഒരുപാട് നായകൾ അവിടെ വരുന്നു. അവിടെ മറ്റ് സ്ഥലങ്ങൾ, ഈ സമീപ സ്ഥലങ്ങളിലുള്ള നായകളുമൊക്കെ ഈ മെറ്റിൽഡയുടെ നായപ്രേമം കൊണ്ടോ അവർ നൽകുന്ന ആഹാരം കൊണ്ടോ ഒക്കെ ആകാം അവിടേക്ക് എത്തുന്നു. അങ്ങനെ നായകൾ അവിടെ പെരുകുന്നു. ഇത് അതുവഴി കടന്നു പോകുന്ന മറ്റുള്ളവരുടെ ജീവന് ഭീഷണിയാവുകയാണ്. അത്തരം കാര്യങ്ങളാണ് ഒരു സമൂഹം എന്ന നിലയിൽ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നത്. പക്ഷേ മെറ്റിൽഡ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ ഷെൽട്ടറിലേക്ക് മാറ്റുന്നതിന് അതിനനുകൂലമാണ് എന്ന കാര്യം നേരത്തെ എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം. ഏതായാലും തിരുവനന്തപുരം നഗരസഭയാണ് ഇനി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടത്. അത് കോർപ്പറേഷൻ്റെ പുതിയ ഭരണസമിതി, VV രാജേഷ് മേയറായുള്ള പുതിയ ഭരണസമിതി അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും ഈ നേരത്തെ തന്നെ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് നഗരസഭയും തദ്ദേശ സ്ഥാപനങ്ങളുമൊക്കെ ഈ ഷെൽട്ടറുകൾ തെരുവ് നായകൾക്ക് വേണ്ടി നിർമ്മിക്കേണ്ടതുണ്ട്. അത്തരം ഷെൽട്ടറുകളിലേക്ക് ഈ നായകളെ മാറ്റും എന്ന് തന്നെ കരുതാം. അതിന് നഗരസഭ മുൻകൈയെടുക്കട്ടെ. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. ക്യാൻറ്റീൻ കലാപത്തിൽ മുങ്ങിയിരിക്കുകയാണ് കൊച്ചി. കോർപ്പറേഷൻ്റെ ന്യായവില ക്യാൻറ്റീനുകളെ ചൊല്ലി CPIM-ഉം കോൺഗ്രസും തമ്മിലാണ് കലഹം. കോർപ്പറേഷൻ്റെ മുൻ ഭരണസമിതി ആരംഭിച്ച സമൃദ്ധി ഹോട്ടലുകൾക്ക് സമാന്തരമായി ഇന്ദിരാ ക്യാൻറ്റീനുകൾ തുടങ്ങാനുള്ള പുതിയ ഭരണസമിതിയുടെ തീരുമാനമാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. വിശപ്പ് രഹിത കൊച്ചി എന്ന വലിയ പ്രൊജക്റ്റ് നടപ്പാക്കിയാണ് മുൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ സമൃദ്ധി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണെങ്കിലും സമൃദ്ധിയിൽ നമ്മൾക്ക് ഉച്ചയ്ക്ക് മാത്രമാണ് ഫുഡ് 30 രൂപയ്ക്ക് ഒരു സബ്സിഡൈസ്ഡ് റേറ്റിൽ നടക്കുന്നുള്ളൂ. കോൺഗ്രസിൻ്റെ UDFൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഇന്ദിരാ ക്യാൻറ്റീൻ കൊച്ചി നഗരസഭ നടപ്പാക്കുകയാണ്. ഇതിൽ നമ്മൾ പ്രഭാത ഭക്ഷണവും നൈറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മേയർ VK മിനിമോളിന്റെ നേതൃത്വത്തിലുള്ള പുതിയ കോർപ്പറേഷൻ സമിതി പ്രഖ്യാപിച്ച 21 കർമ്മ പദ്ധതിയിൽ പ്രധാനപ്പെട്ടതാണ് ഇന്ദിരാ ക്യാൻറ്റീനുകൾ. 10 രൂപയ്ക്ക് പ്രഭാത രാത്രി ഭക്ഷണം ജനങ്ങൾക്ക് നൽകുകയാണ് ലക്ഷ്യം. ഭക്ഷണമല്ല, പുതിയ ഭരണസമിതിയുടെ ക്യാൻറ്റീനുകൾക്ക് പിന്നിൽ രാഷ്ട്രീയമാണ് അജണ്ടയെന്ന് CPIM ആരോപണം. ലോകശ്രദ്ധയാകർഷിച്ച ഭക്ഷ്യവിതരണ ശാലയാണ് സമൃദ്ധി. ഇന്ദിരാ ക്യാൻറ്റീനുകൾ തുടങ്ങുന്നവർ സമൃദ്ധി പൂട്ടിക്കരുതെന്ന മുൻ മേയർ M. അനിൽകുമാർ. ഇന്ദിരാ ക്യാൻറ്റീൻ കൊണ്ടുവരുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കാരണം അവർ ഏത് പദ്ധതി കൊണ്ടുവരുമ്പോഴും ആ കുടുംബത്തിൽ നിന്ന് ആരുടെയെങ്കിലും ഒരാളുടെ പേര് സ്വാഭാവികമായിട്ട് അവർ അതിനൊപ്പം ഇടും. അത് ഈ വർഷങ്ങളായിട്ട് ഇന്ത്യ മുഴുവനും കാണുന്ന ഒരു കാര്യമാണ്. കാരണം ഭക്ഷണം ആരുടെ പേരിലാണെങ്കിലും കൊടുക്കുന്നത് സൗജന്യമായ നിരക്കിൽ കൊടുക്കുന്നതിന് പ്രശ്നമില്ല. അതുകൊണ്ട് ഈ സമൃദ്ധിക്കകത്ത് കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ സമൃദ്ധി പൂട്ടിക്കരുത്. സർക്കാർ സബ്സിഡി പിൻവലിച്ചതോടെ 10 രൂപയ്ക്ക് ഊണ് നൽകിയിരുന്ന സമൃദ്ധിയിൽ വില 30ലേക്ക് ഉയർന്നു. സമൃദ്ധി വലിയ ബ്രാൻഡായി മാറിയതോടെയാണ് മിതമായ നിരക്കിൽ ഭക്ഷണം നൽകാൻ ഇന്ദിരാ ക്യാൻറ്റീനുകൾ തുടങ്ങുന്നതെന്നാണ് UDF ഭരണസമിതിയുടെ വിശദീകരണം. LDF UDF ക്യാൻറ്റീൻ ലഹളയ്ക്കിടയിലും സമൃദ്ധി കരുത്തോടെ മുന്നോട്ട് തന്നെ. ഫോർട്ട് കൊച്ചിയിലെ സമൃദ്ധി ഹോട്ടലിന് സമീപത്താണ് ആദ്യ ഇന്ദിരാ ക്യാൻറ്റീൻ ഒരുങ്ങുന്നത്. ഭക്ഷണത്തിൽ രാഷ്ട്രീയം കലർത്തരുത് എന്നാണ് പൊതുവായിരുന്ന നിലപാട്. സമൃദ്ധിയും ഇന്ദിരാ ക്യാൻറ്റീനും രണ്ടും അനിവാര്യമാണ്. കാരണം പട്ടിണിരഹിതമായ ഒരു ജനതയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. കൊച്ചിയിൽ നിന്നാം വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇന്ദിരാ ക്യാൻറ്റീൻ ആയാലും സമൃദ്ധിയായാലും ജനങ്ങൾക്ക് സമർത്ഥമായ ഭക്ഷണം ലഭിക്കണം എന്നു മാത്രമാണ്, അതും കുറഞ്ഞ നിരക്കിൽ. അതിന് ഏത് സംവിധാനം വന്നാലും അതിനെ ജനങ്ങൾ സ്വാഗതം ചെയ്യും. പക്ഷേ ഒന്ന് തകർക്കുന്ന രീതിയിൽ, അതായത് ഒരു രാഷ്ട്രീയ പ്രേരിത ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരം നീക്കങ്ങളെങ്കിൽ അതിനെ അനുവദിക്കാൻ കഴിയുമോ എന്ന കാര്യമൊക്കെ അത് ജനങ്ങളാണ് നിശ്ചയിക്കേണ്ടത്. പക്ഷേ ജനങ്ങൾക്ക് ഏതായാലും കുറഞ്ഞ നിരക്കിൽ നല്ല ഭക്ഷണം ലഭിക്കട്ടെ, അത് സമൃദ്ധിയിലായാലും ഇന്ദിരാ ക്യാൻറ്റീനിലായാലും. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. ഞങ്ങളെന്താ കേരളത്തിലല്ലേ എന്ന് ചോദിക്കുകയാണ് എറണാകുളം ജില്ലയിലെ പറവൂരുകാർ. കാരണം ബസ് യാത്രയ്ക്ക് സംസ്ഥാനത്തെ മറ്റിടങ്ങളിൽ നൽകുന്ന യാത്രാക്കൂലിയല്ല പരവൂറുകാർ നൽകേണ്ടത്. ഫെയർ സ്റ്റേജ് നിർണയത്തിലെ അപാകത കാരണം ദിവസവും അധിക തുക നൽകിയാണ് ഇടപ്പള്ളി പറവൂർ റൂട്ടിലെ ബസ്സുകളിൽ നാട്ടുകാർ യാത്ര ചെയ്യുന്നത്. പലതവണ പരാതി പറഞ്ഞിട്ടും പൊതുജനത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. വാർത്തയിലേക്ക് വിശദമായിട്ട് പോകുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം പറയാം. അതായത് ഫെയർ സ്റ്റേജ് പോയിന്റ് അഥവാ ഫെയർ സ്റ്റേജ് പോയിന്റ് നിരക്ക് ഇതെന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വാർത്തയുടെ ആധികാരികത എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതായത് ഫെയർ സ്റ്റേജ് നിരക്ക് എന്ന് പറയുന്നത് അത് ഓരോ പോയിന്റിനനുസരിച്ചാണ് ഫെയർ സ്റ്റേജ് നിരക്ക് വരുന്നത്.
ആദ്യം വരുന്ന പോയിന്റിന് 10 രൂപ, പിന്നീട് 13, 15, 18 ഇതാണ് പുതുക്കിയ ഫെയർ സ്റ്റേജ് നിരക്ക് എന്ന് പറയുന്നത്. ഇനി ഫെയർ സ്റ്റേജ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ടു 2 കിലോമീറ്റർ വ്യത്യാസത്തിൽ അടുത്ത സ്റ്റോപ്പ് വരെയുള്ള ദൂരം, അതാണ് ഫെയർ സ്റ്റേജ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ കിലോമീറ്ററുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്തൊരു ഫെയർ സ്റ്റേജ് പോയിന്റ് നിർദ്ദേശിക്കുകയും ചെയ്യുന്നത്. ഈ ഫെയർ സ്റ്റേജ് നിരക്കും ഫെയർ സ്റ്റേജ് പോയിന്റുമാണ് ഇടപ്പള്ളി പറവൂർ റൂട്ടിൽ കൃത്യമായി നടപ്പിലാക്കാത്തത്. പറവൂരിൽ നിന്നും ഇടപ്പള്ളി, കലൂർ, വൈറ്റില ഭാഗങ്ങളിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകളിലും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിലുമാണ് അമിത യാത്രാ ചാർജ് ഈടാക്കുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ പറവൂരിൽ നിന്നും ഇടപ്പള്ളി വഴി കലൂരിലേക്ക് 30 രൂപയാണ് ഫെയർ സ്റ്റേജ് നിരക്ക്. എന്നാൽ യാത്രക്കാരിൽ നിന്നും വാങ്ങുന്നത് 33 രൂപ. പറവൂരിൽ നിന്ന് ഇടപ്പള്ളി വഴി വൈറ്റില ഹബ്ബിലേക്ക് 33 രൂപയുടെ സ്ഥാനത്ത് വാങ്ങുന്നത് 35 രൂപയും. ലാണ് മഞ്ഞുമൽ കവല ഫെയർ സ്റ്റേജ് ഒഴിവാക്കിയുള്ള ഉത്തരവ് വരുന്നത്. ഇടപ്പള്ളി മേൽപ്പാലം വന്നതോടെ ദൂരവ്യത്യാസം ഉണ്ടായതായിരുന്നു കാരണം. ഈ ഉത്തരവിനെതിരെ ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയിൽ ഹർജി നൽകി. എന്നാൽ അനുകൂല ഉത്തരവ് ഉണ്ടായില്ല. പിന്നീട് അപ്പീൽ നൽകിയെങ്കിലും കോടതി RTO ഉത്തരവ് ശരിവയ്ക്കുകയായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഒഴിവാക്കിയ മഞ്ഞുമൽ കവല ഫെയർ സ്റ്റേജ് പോയിന്റ് ഉൾപ്പെടുത്തിയാണ് ഇപ്പോഴും യാത്രക്കാരിൽ നിന്നും തുക ഈടാക്കുന്നത്. ഒരു റൂട്ടിൽ ഒരു സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരു പാസഞ്ചറിന് പ്രതിദിന നഷ്ടം 10 രൂപ വെച്ചാണ്. അതായത് പറവൂർ കലൂർ റൂട്ടിൽ യാഥാർത്ഥ ചാർജ് 30 രൂപയാണ്, മേടിക്കുന്നത് 33 രൂപയാണ്. പറവൂർ വൈറ്റില റൂട്ടിൽ യാഥാർത്ഥ ചാർജ് 33 രൂപയാണ്, മേടിക്കുന്നത് 35ആണ്. ലിമിറ്റഡ് ബസ് സ്റ്റോപ്പുകൾ 38ആണ് മേടിക്കുന്നത്. അപ്പോൾ പ്രതിദിനം ഒരു ആൾ എറണാകുളത്ത് പോയി വരുന്ന ഒരു വ്യക്തിക്ക് പ്രതിദിനം നഷ്ടം 10 രൂപ വെച്ചാണ് നഷ്ടം ഉണ്ടാകുന്നത്. ഈ നഷ്ടം ഒരു മാസം ജോലിക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പാസഞ്ചറിനുള്ള നഷ്ടം കണക്ക് കൂട്ടിയാൽ ഏകദേശം എത്ര രൂപയുടെ കൊള്ളയാണ് നടക്കുന്നുള്ളത് പൊതുജനത്തിന് വ്യക്തമായിട്ട് ബോധ്യമാകുന്ന ഒരവസ്ഥയാണ്. ചില ബസ്സുകളിൽ ഫെയർ സ്റ്റേജ് നിരക്കും പോയിന്റും എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ വാങ്ങുന്നത് അധിക നിരക്ക്. മറ്റു ചില ബസ്സുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെ തെറ്റും. ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാകട്ടെ സാധാരണക്കാരായ യാത്രക്കാർ. അല്ല, 33 തന്നെയാണ് മേടിക്കണത്. ഞാൻ ഇന്നലെയും കൂടി എറണാകുളത്ത് പോയി വന്നോളൂ. അപ്പോൾ എറണാകുളത്ത് നിന്ന് പോയിട്ട് വരുമ്പോൾ നമ്മളെ കലൂർ സ്റ്റാൻഡിൽ നിന്ന് പറവൂർക്ക് 33 രൂപയാണ്. അതേപോലെ ഇവിടെ നിന്ന് പോകുമ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിന് ഞങ്ങളുടെ കോട്ടയിൽ കോവിലകം ടു ആലുവ 33 രൂപ. എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല അതെങ്ങനെയാണെന്ന്, എന്റെ വേരിയേഷൻ എന്താണെന്ന്. കിലോമീറ്റർ അനുസരിച്ചാണല്ലോ പൈസ കൊടുക്കേണ്ടത്. എല്ലായിടങ്ങളിലും വർഷം തോറും ടെസ്റ്റ് ഡ്രൈവ് നടത്തി ഫെയർ സ്റ്റേജ് നിരക്കും ഫെയർ സ്റ്റേജ് പോയിന്റ് നിശ്ചയിക്കാറുണ്ട്. പക്ഷേ പറവൂർ ഇടപ്പള്ളി റൂട്ടിൽ ഇത് കൃത്യമായി നടപ്പിലാവുന്നില്ല എന്ന് മാത്രം. സാങ്കേതിക തടസ്സങ്ങളെല്ലാം പരിശോധിച്ചു വരികയാണെന്നും ഉടൻ പരിഹാരമുണ്ടാകുമെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. 1 രൂപ 2 രൂപയൊക്കെ വ്യത്യാസമല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ദിവസവും ഈ റൂട്ടിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാൾ, ആ വ്യക്തിക്ക് ഒരു മാസം എത്ര രൂപയാണ് നഷ്ടമാകുന്നത് എന്ന് ഒന്ന് കണക്ക് കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി. കൃത്യമായിട്ടുള്ള ഉത്തരവുകൾ നടപ്പിലാക്കണം. സാങ്കേതിക തടസ്സങ്ങളൊക്കെ മാറണം. കൊച്ചിയിൽ നിന്നും അതീഷിനൊപ്പം ആൻമരിയ സനി, 24. പൊതുജനം കഴുതയല്ല സാർ. ഹരിഗോവിന്ദ് പറയുന്നു, തൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കോട്ടയം അയർകുന്നം ആറുമാനൂർ പാറക്കടവ് പാലം തൂണ് പണിതിട്ടിരിക്കുക. ഇപ്പോൾ കാട് കയറി കിടക്കുവാണ്. ഉമ്മൻചാണ്ടി നിർമ്മാണം ഇനാഗുറേറ്റ് ചെയ്തത് കാലമേറെയായി എന്ന്. തീർച്ചയായും ഈ വാർത്ത പൊതുജനം കഴുതയല്ല സാറിൽ ഉടൻ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ സംപ്രേഷണം ചെയ്ത ഈ ഫെയർ സ്റ്റേജ് നിർണയത്തിലെ അപാകതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറവൂർ നിവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ടും നിരവധി പ്രേക്ഷകർ പ്രതികരണങ്ങൾ കമൻ്റായി നൽകിയിട്ടുണ്ട്. സൈദലവി പറയുന്നു, കൂടുതൽ തുക എന്തിനാണ് കൊടുക്കുന്നത്, അവിടെ അധികാരികൾ ഒന്നും ഇല്ലേ എന്ന കാര്യം. വനജ PR പറയുന്നുണ്ട്, ജനങ്ങളെ പിഴിയാൻ എന്തെല്ലാം മാർഗങ്ങൾ എന്ന കാര്യം. മോഹനൻ പിലാത്തറ പറയുന്നു, പറവൂർ കേരളത്തിന് പുറത്താണോ? ഫെയർ സ്റ്റേജ് നിരക്ക് നിശ്ചയിക്കുന്നതിൽ വന്ന അപാകതയാണെങ്കിൽ 24-ലെ ഈ വാർത്ത കാണുമ്പോൾ RTO ഉണരട്ടെ, സത്യാവസ്ഥ മനസ്സിലാക്കുമല്ലോ എന്ന കാര്യം. അങ്ങനെ ഈ നിലയിൽ നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഇനി പൊതുജനം കഴുതയല്ല സാറിൽ ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വിശേഷങ്ങളിൽ എത്താം. ചെറിയൊരു ഇടവേള. പൊതുജനം കഴുതയല്ല സാർ തുടരുന്നു. സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ തൊഴിലെടുക്കുന്ന അടിസ്ഥാന വർഗത്തിനൊപ്പമാണോ
ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരോടാണോ സർക്കാരിന് കൂറ്? ജയിലിലെ പുതുക്കിയ വേതനം നോക്കിയാൽ സാധാരണ തൊഴിലാളികളായ അടിസ്ഥാന വർഗത്തോടല്ല സർക്കാരിന് കൂറ് എന്ന് പറയേണ്ടി വരും. പ്രഖ്യാപിച്ച മിനിമം കൂലിക്കായി ആശാജീവനക്കാർ 250 ദിവസത്തിലധികം സമരം നടത്തിയിട്ട് കനിയാത്ത സർക്കാർ ജയിലിലെ തൊഴിലുകൾക്ക് വൻ വർധനവാണ് നൽകിയത്. രാപ്പകലില്ലാതെ സേവന രംഗത്ത് ജോലി ചെയ്യുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. മാന്യമായി ശമ്പളം ലഭിക്കാത്ത വിഭാഗം, ആശാ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള സേവന മേഖലയിൽ തുച്ഛമായ ഓണറേറിയം കൈപ്പറ്റുന്നവരുടെ പ്രതിഷേധങ്ങൾ കൂടി അവഗണിച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ തടവുകാർക്ക് വാരിക്കോരി വേതനം നൽകിയിരിക്കുന്നത്. 2018 ശേഷം ആദ്യമായാണ് കേരളത്തിൽ തടവുകാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ ആ കൂട്ടിയ തുക കേട്ടാൽ പലരും ഒന്ന് ജയിലിൽ കിടന്നാലോ എന്ന് ആലോചിച്ചു പോകും. സ്കിൽഡ്, സെമി സ്കിൽഡ്, അൺസ്കിൽഡ് എന്നീ 3 വിഭാഗങ്ങളിലായാണ് 10 ഇരട്ടി വരെ വേതനം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സ്കിൽഡ് ജോലികൾക്ക് 152 രൂപയിൽ നിന്ന് 620 രൂപയായും സെമി സ്കിൽഡ് ജോലികൾക്ക് 127 രൂപയിൽ നിന്ന് 560 രൂപയായും അൺസ്കിൽഡ് ജോലികൾക്ക് 63 രൂപയിൽ നിന്ന് 530 രൂപയായുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 4 സെൻട്രൽ ജയിലുകളിലെ തടവുകാർക്ക് പുതിയ വേതനം ലഭിക്കും. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ തടവുകാർക്ക് വേതനം കുറവാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു വർധനവ്. പക്ഷേ തൊഴിലുറപ്പുകാരും ആശാ വർക്കേഴ്സുമെല്ലാം നേടുന്ന ശമ്പളം കൂടി താരതമ്യപ്പെടുത്തി നോക്കുമ്പോഴാണ് അനീതി വ്യക്തമാകുന്നത്. 266 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയ ആശാ വർക്കേഴ്സിന് ലഭിക്കുന്നത് 8000 രൂപയുടെ ഓണറേറിയം അടക്കം പരമാവധി 12000 രൂപ ഒരു മാസം കിട്ടിയേക്കും. അതായത് ആശാ വർക്കേഴ്സിന്റെ ദിവസവേതനം തടവുകാരുടേതിനേക്കാൾ 220 രൂപ കുറവാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വേതനമാകട്ടെ ദിവസം 369 രൂപ മാത്രം. തടവുകാർക്ക് ലഭിക്കുന്നതിനേക്കാൾ 251 രൂപ കുറവ്. കുറ്റങ്ങളും കൊള്ളയും എല്ലാം ചെയ്തിട്ടല്ലേ അവർ അവിടെ പോകുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ അത് പ്രോത്സാഹനമല്ലേ കൊടുക്കുന്നത്. അത് ചെയ്യുന്നത് വെറും തെറ്റാണ് അവർ ചെയ്യുന്നത്. സമൂഹത്തോട് ചെയ്യുന്ന അനീതിയാണത്. അത്ര എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കൊടുക്കുകയാണെങ്കിൽ ആശാ കാർഡ് കൊടുത്തിരുന്നെങ്കിൽ അവരാണ് സത്യം പറഞ്ഞാൽ നമ്മളെ സമൂഹത്തിൽ കൂടുതൽ കഷ്ടപ്പെടുന്നവരാണ്. ജയിലിൽ കിടക്കുന്നവർക്ക് ഓരോ കൊലക്കുറ്റവും മോഷണമായിട്ട് വന്നവർക്ക് അവർക്കവിടെ ജോലി ശമ്പളത്തിൽ വർധനവ് കൂട്ടിയിട്ട് ഒരു ഗുണവുമില്ല. സർക്കാർ ചിലപ്പം ചിന്തിക്കുന്നത് അങ്ങനെ ആയിരിക്കും. പ്രതികളെ വളർത്തുമ്പോൾ അവർക്ക് പ്രയോജനം ഉണ്ടാവും. ഈ കഷ്ടപ്പെട്ട് ഇവിടെ ജീവിക്കുന്നവർക്ക് അവഗണന. ആശാവർക്കർമാർ എത്ര എന്തുമാത്രം കിടന്ന് കഷ്ടപ്പെടണം. അവർ ഓരോ രാവിലെ ഓരോ വീടുകൾ കയറി ഇറങ്ങി എല്ലാം ചെയ്യണം. അവർക്കാണ് കൊടുക്കേണ്ടത്. ജയിലിൽ കിടക്കണോ മരുന്ന് കൊടുക്കണം. ഇവിടെ എത്ര പേർക്ക് ജോലി ഉണ്ടായിട്ടും പൈസ ഇല്ലാതെ നിൽപ്പുണ്ട്. അപ്പം ഇത് യോജിക്കുന്നില്ല. ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഉയർത്തി കൊടുക്കുന്നത് നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവരാ. ഇപ്പം ഇത് പൈസ പിടിഞ്ഞാണ് കൊടുക്കുക. അല്ല സർക്കാരിൻ്റെ എല്ലാം എടുക്കുന്നത്. നമ്മളെ വണ്ടിക്കാരെ ടാക്സും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൂടെയാണ് കൊടുക്കുന്നത്. മറ്റു മേഖലകളിലെ അടിസ്ഥാന ശമ്പളം കൂടി പരിശോധിക്കാം. കയർ തൊഴിലാളിക്ക് ഒരു ദിവസം 468 രൂപ. സ്വകാര്യ സുരക്ഷാ ജീവനക്കാർക്ക് ഒരു ദിവസം 596 രൂപ. കശുവണ്ടി തൊഴിലാളികൾക്ക് 538 രൂപ. പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് 458 രൂപ എന്നിങ്ങനെയാണ് മിനിമം വേതനം. ജയിലിൽ പരമാവധി ദിവസവേതനം 230 രൂപയിൽ നിന്ന് 350 രൂപയാക്കണമെന്നായിരുന്നു ജയിൽ വകുപ്പ് ശുപാർശ ചെയ്തിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇത് വെട്ടി 620 രൂപയാക്കി ഉയർത്തിയത്. പക്ഷേ മറ്റു മേഖലകളിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മിനിമം വേതന നിരക്ക് കണക്കാക്കാതെയാണ് ജയിലിലെ ഈ വർധനവ്. അതുതന്നെയാണ് വിമർശനങ്ങൾക്ക് കാരണവും. മാന്യമായ കൂലി തേടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയ ആശാ വർക്കേഴ്സിന്റെ സമരം പൊളിക്കാൻ സർക്കാർ നടത്തിയ നീച നീക്കങ്ങൾ ഇപ്പോഴും പൊതുജനത്തിന് മുന്നിലുണ്ട്. 250 ദിവസത്തിലധികം സമരം നടത്തിയിട്ടും ആകെ 1000 രൂപയുടെ വർധനവ് മാത്രമാണ് ആശാ വർക്കേഴ്സിന് ലഭിച്ചത്. എന്നിട്ടാണ് ഒരു മാനദണ്ഡവും പാലിക്കാതെ 10 ഇരട്ടിയിലധികം വേതന വർധനവ് ഇപ്പോൾ തടവുകാർക്ക് നൽകിയിരിക്കുന്നത്. ശമ്പളം വർദ്ധിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അടിസ്ഥാന വർഗത്തെ കൂടി പരിഗണിക്കേണ്ടേ സർക്കാരെ എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ് എല്ലാ പഞ്ചായത്തിലും കളിക്കളമെന്നത്. എന്നാൽ LDF ഭരണസമിതിയുള്ള ഇടുക്കിയിലെ കരുണാപുരം പഞ്ചായത്തിന് ആ കാര്യം അറിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് യുവാക്കൾ കളിച്ചിരുന്ന വോളിബോൾ കോർട്ടിലെ നെറ്റ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം അറുത്തുമാറ്റി എന്നാണ് പരാതി. 3 പതിറ്റാണ്ട് പഴക്കമുള്ള കരുണാപുരം പഞ്ചായത്തിന്റെ ഗ്രൗണ്ടാണിത്. 2015 വരെ വലിയ മത്സരങ്ങൾക്ക് വേദിയായിട്ടുണ്ട്. ഈ സ്ഥലത്ത് മിനി സ്റ്റേഡിയം നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ പ്രളയവും കോവിഡുമൊക്കെ ഇത് മുടക്കി. പിന്നീട് കളി തുടരാൻ തീരുമാനിച്ചപ്പോൾ ഗ്രൗണ്ടിനരികിലെ കെട്ടിട നിർമ്മാണം തടസ്സമായി. കെട്ടിട നിർമ്മാണം പൂർത്തിയായതോടെ കളി തുടരാൻ യുവാക്കൾ തീരുമാനിച്ചു.
2 ദിവസത്തിന് മുമ്പ് ഇവിടെ നെറ്റ് കെട്ടി ബോളും ഒക്കെ വാങ്ങി പന്ത് കളി തുടങ്ങി. അപ്പം പഞ്ചായത്ത് സെക്രട്ടറിയും ആൾക്കാരെല്ലാം കൂടെ കൂടി പോലീസിനെ വിളിച്ചു. അപ്പോൾ പോലീസും എൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ വെച്ച് ഇവരുമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ കളിച്ചോളാൻ അവർ സമ്മതിച്ചാണ് പോയത്. തുടർന്ന് പന്ത് കളി തുടർന്നു. ഇന്നലെ ഉച്ചയായപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പോലീസിനെ വിളിച്ചു വരുത്തിയിട്ട് കത്തിയുമായി വന്ന് ഈ നെറ്റ് മുറിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഉച്ച സമയത്ത് ഇവിടെ പള്ളി പിരിയുന്ന സമയം, വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളി പിരിയുന്ന സമയത്ത് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇത് ഈ പന്ത് കളിച്ചവരെ ആക്ഷേപിക്കാമെന്നുള്ളൊരു രീതിയിലാണ് അവർ ചെയ്തത്. ഇപ്പം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ അറബി നാടുകൾ കേട്ടിട്ടുണ്ട്, വെള്ളിയാഴ്ച ദിവസം ഈ ആളുകൾ ഈ വധശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ പെടലി കണ്ടിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. അതേ രീതിയിൽ അതിൻ്റെ മറ്റൊരു തനി ആവർത്തനമാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിട്ടുള്ളത്. ക്രിസ്മസ് കരോൾ നടത്തി ലഭിച്ച പണം കൊണ്ട് ബോളും നെറ്റും വാങ്ങി 50ഓളം പേർ എല്ലാ ദിവസവും ഇവിടെ ഒത്തുകൂടാൻ തുടങ്ങി. ഒരാഴ്ചയോളം കളി തുടർന്നു. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി കളി തടഞ്ഞു. ഇന്നലെ എന്തോ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് തുല്യമായിട്ട് അവർ സെക്രട്ടറി കമ്മിറ്റിയുടെ തീരുമാനം പോലും ഇല്ലാതാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് കമ്മിറ്റിക്കകത്ത് ഇങ്ങനെ ഒരു വിഷയം അജണ്ടയോ വന്നിട്ടില്ല. അടുത്ത ദിവസം കമ്മിറ്റിയുണ്ട്. അതിന് ശക്തമായി ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തും. കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധം ശക്തമായിട്ട് ഞങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തുകയും ചെയ്യും. ഈ പിള്ളേർക്ക് കളിസ്ഥലം തുറന്ന് അനുവദിക്കുന്നതിന് വേണ്ടി എല്ലാവിധ സംവിധാനങ്ങളും ചെയ്യണം. മറ്റിടത്ത് കളിസ്ഥലം ആകുന്നത് വരെ പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യം ഇവിടെ ചെയ്തു കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടു റോഡിൽ വോളിബോൾ കളിച്ച് യുവാക്കൾ പ്രതിഷേധം രേഖപ്പെടുത്തി. ഉടൻ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന ബാങ്കിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് യുവാക്കൾ വോളിബോൾ കളിക്കുന്നതെന്നും ഇതൊരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ലെന്നുമാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. എന്തു തന്നെ ആയാലും യുവാക്കൾ പറയുന്നതനുസരിച്ചാണ് എങ്കിൽ വോളിബോൾ കോർട്ടിന്റെ നെറ്റ് അറുത്തുമുറിച്ചു മാറ്റിയ നടപടി ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. കുറച്ച് കടുപ്പം തന്നെയായി പോയി അത്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. യുവാക്കൾ ലഹരിയിലേക്കും മറ്റും തിരിയാതെ കായികക്ഷമതയുള്ള ഒരു സമൂഹത്തെ, ഒരു തലമുറയെ വളർത്തുക എന്നതാണ് ഭരണാധികാരികളും ഉത്തരവാദിത്തമുള്ളവരുമൊക്കെ ചെയ്യേണ്ട കാര്യം. ഈ ഇടുക്കി ജില്ലയിലെ കരുണാപുരം ഗ്രാമപഞ്ചായത്തിന് അതറിയില്ലെങ്കിൽ അവിടുത്തെ ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനകളും യുവാക്കളുടെ സംഘടനകളും രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളുമൊക്കെ ഇത്തരം വകതിരിവില്ലാത്ത ഉദ്യോഗസ്ഥരോട് അക്കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഈ യുവാക്കൾ അവിടെ വോളിബോൾ കളിച്ചതുകൊണ്ട് അവിടെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടാൻ പോകുന്നില്ല. മാത്രമല്ല അവിടെ ഒരു ഗ്രൗണ്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു ഗ്രൗണ്ട് ലഭ്യമാക്കാനും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിലുമൊക്കെ ഈ പഞ്ചായത്ത് ഭരണസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഏതായാലും അവിടെ ഒരു വോളിബോൾ കോർട്ട് അനിവാര്യമാണ് എന്ന കാര്യം ഗ്രാമപഞ്ചായത്ത് അധികൃതർ തിരിച്ചറിയുക. മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി പോകുന്നത്. കുളത്തൂപ്പുഴയിൽ, കൊല്ലം ജില്ലയിലാണ് എത്തുന്നവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാൻ ഇടമില്ല. ലാഭനഷ്ടങ്ങളുടെ കണക്ക് പറഞ്ഞ് ആകെയുണ്ടായിരുന്ന പഞ്ചായത്ത് പൊതു ശൗചാലയം കരാറു നൽകാതെ ഉപേക്ഷിച്ചതോടെ കുളത്തൂപ്പുഴയിലെത്തുന്നവർ ദുരിതത്തിലായി. കുളത്തൂപ്പുഴ പാതയിൽ പൊതുനിരത്തിനോട് ചേർന്ന് 5 ലക്ഷം രൂപ മുടക്കി ശൗചാലയം പൂർത്തിയാക്കി ബോർഡും സ്ഥാപിച്ചു. നടത്തിപ്പിനായി കരാറ് നൽകിയെങ്കിലും കരാറുകാരന് മുടക്കുമുതൽ മടക്കി കിട്ടാതെ വന്നതോടെ ശൗചാലയത്തിന് താഴിടുകയായിരുന്നു. 5 ലക്ഷം രൂപ മുടക്കിയാണ് ഈ ശൗചാലയം ഇവിടെ തുറന്നത്. എന്നാൽ വേണ്ട വിധത്തിൽ മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അത് കരാറ് നൽകുവാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ കുളത്തൂപ്പുഴയിൽ വരുന്ന പൊതുജനങ്ങൾക്ക്, മാർക്കറ്റിൽ അല്ലെങ്കിൽ തന്നെയും കുളത്തൂപ്പുഴ ടൗണിൽ വരുന്ന പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവർക്ക് ഒന്ന് ശൗചാലയം പിന്നെ ബാത്റൂമിൽ പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്പലക്കടവിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. കുളത്തൂപ്പുഴ ടൗണിൽ ഇത്തരത്തിലൊരു ശൗചാലയം ഉണ്ട്, പക്ഷേ അത് മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരാതി. എന്നാൽ പൊതു ശൗചാലയമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമായതോടെ നടത്തിപ്പിന് ആളെ വെക്കാതെ പഞ്ചായത്ത് പൊതുജനങ്ങൾക്ക് വേണ്ടി ശൗചാലയം തുറന്നിട്ടു. ഇതോടെ ഇവിടെ ദുരിതം തുടങ്ങി. ശുചീകരണത്തിന് സംവിധാനമില്ലാതെ വന്നതോടെ ദുർഗന്ധം കാരണം ഇവിടേക്ക് ആരും തിരിഞ്ഞു നോക്കാതായി. തൊട്ടടുത്ത് താമസിക്കുന്ന വ്യാപാരി സുഹൃത്തുക്കൾ ഇവിടെ ഇരിക്കാൻ സാധിക്കാത്ത ദുർഗന്ധമുണ്ടാകുമ്പോൾ അവരാരെയെങ്കിലുമൊക്കെ 1-2 ദിവസം ഇത് പൈസ കൊടുത്ത് വൃത്തിയാക്കിച്ചിട്ട് ഇവിടെ ഇരുന്ന് കച്ചവടം നടത്തേണ്ട ഒരു ഗതികേടിലേക്കാണ് ഇപ്പോൾ ഈ സ്ഥാപനം നടന്നു വരുന്നത്. യാത്രക്കാർക്ക് മൂക്കുപൊത്താതെ വഴി നടക്കാനുമാകുന്നില്ല. ഇത് എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടണമെന്നാണ് ഇപ്പോൾ സമീപത്തെ വ്യാപാരികളുടെ ആവശ്യം. പൊതുജനങ്ങൾക്കായി പകരം സംവിധാനം ഒരുക്കി നൽകാൻ കഴിയാതെ വന്നതോടെ വഴിയാത്രക്കാർ ബുദ്ധിമുട്ടുകയാണ്. മുൻപ് ചന്തയ്ക്കുള്ളിലുണ്ടായിരുന്ന ശൗചാലയവും കാലപ്പഴക്കം ചെന്ന് തകരാറിലായതോടെ പൂട്ടിക്കിടക്കുകയാണ്. ഇതോടെ
ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഇവിടെയെത്തുന്ന യാത്രക്കാരുടെ കാര്യമാണ് ഏറെ ദുരിതം. പ്രദേശത്തൊന്നും മറ്റ് ശൗചാലയമില്ല. സമീപത്തെ വ്യാപാരികൾ മുൻപ് ഉപയോഗിച്ചിരുന്ന മൂത്രപ്പുരയും അനുബന്ധ സ്ഥലവും വികസിപ്പിച്ചാണ് വിശാലമായ ശൗചാലയം നിർമ്മിച്ചത്. വ്യാപാര സ്ഥാപനങ്ങളിലെ സ്ത്രീ തൊഴിലാളികളുടെ കാര്യമാണ് ഏറെ കഷ്ടം. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ശങ്കയകറ്റണമെങ്കിൽ മടങ്ങി വീട്ടിലെത്തേണ്ട അവസ്ഥയിലാണ് ഇന്ന് കുളത്തൂപ്പുഴക്കാർ. കോടികൾ ചിലവിട്ട് മണിമാളികൾ കെട്ടിത്തരണമെന്നല്ല കുളത്തൂപ്പുഴയിലെ സാധാരണക്കാർ ആവശ്യപ്പെടുന്നത്. പ്രാഥമിക കൃത്യങ്ങൾ നിറവേറ്റാൻ അടിസ്ഥാന സൗകര്യം ഒരുക്കിത്തരണമെന്നാണ്. ഇത് ഒരുക്കിത്തരാത്ത പ്രാദേശിക ഭരണകൂടം പിന്നെ എന്താണ് ആ നാട്ടിൽ ചെയ്യുന്നതെന്ന ചോദ്യമാണ് സാധാരണക്കാർ ചോദിക്കുന്നത്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എൻകൗണ്ടറുമായി KR ഗോപികൃഷ്ണൻ ചേരുന്നു. ഓവർ ടു ഗോപികൃഷ്ണൻ.